the Father, Son, and Holy Spirit. Greetings to you all in the precious name of Trinity. As you know that this year Diocesan Metropolitan has declared this year as a family year. Family is a close-knit institution which was first instituted in the Garden of Eden. കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വളരെ സുന്ദരമായ ഒരു സൃഷ്ടിയായിരുന്നു. ഒരു മാതാവും പിതാവും കുഞ്ഞുങ്ങളും ചേർന്ന ഒരു സമൂഹം, അതാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പം കുടുംബത്തിൽ തന്നെ ഐക്യമുണ്ടാകണം, കുടുംബത്തിൽ തന്നെ സ്നേഹമുണ്ടാകണം, കുടുംബത്തിൽ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. ഒരു കുടുംബം മറ്റൊരു കുടുംബത്തിന് മാതൃകയായി തീരാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്പസമയം ഇന്ന് നിങ്ങളോട് വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ജോഷുവ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ ഒരു വാക്യം ഇവിടെ തന്നെ തീരുന്നില്ല. എന്തുകൊണ്ടാണ് ജോഷുവ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്? ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം ദൈവത്താൽ തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അത് ദൈവത്തെ മാത്രമേ സേവിക്കാവൂ. ഇവിടെ ജോഷുവ പ്രവാചകൻ എന്ന് പറയുന്നത് മോശയും അഹ്റോന് ശേഷം ഇസ്രായേൽ ജനത്തെ നയിച്ച ഒരു വ്യക്തിയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ, if we just go back to the history of Israelites in the wilderness, we see that they are not stable always. वो हमेशा कुछ ना कुछ करते रहते हैं, उन्हें सब कुछ जल्दी चाहिए. मतलब ऐसा है कि हमें अभी सब कुछ लाके दीजिए, आपका जो भगवान है वो कुछ नहीं करता, हमें अभी चाहिए, हमको अभी चाहिए. So we have seen a history that where all the prophets, Moses, Aaron, Joshua, these all people faces difficulties with the crowd because they were so impatient that they want everything then and now. And here what is happening is all the other people are going before other gods. ഇവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെ മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. ദേവന്മാരെ വിട്ട് യഹോവയെ തന്നെ സേവിക്കുകയും എന്ന് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. അവിടെ ജോഷുവയുടെ ഉത്തരം, യഹോവയെ സേവിക്കുന്നു തന്നല്ലോ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നന്ദി അനുസരിച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച് ദേവന്മാരെയോ നിങ്ങൾ പാർക്കുന്ന ദേശത്തെ അന്യന്മാരുടെ ദേവന്മാരെയോ ആരെയും സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുക്കുകയും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതായത് एक पूरा crowd, a full crowd was against Joshua and his family. See the power of family. When the whole crowd was against them, they said, okay, you go and worship your own Lord. But me and my family, we are a close-knit institution, so we are going to worship the one and true and living God who is Yahweh. So my dear friends, when we live in a family life, we may have so many temptations that it is disintegrate our family life. The members of the family may disintegrate into other things. Here it's the biggest example where Joshua and his family says that whatever happens, whatever other things happen into our lives, we and our family, we are going to worship our Lord. चाहे कुछ भी हो जाए, चाहे कोई कुछ भी करे, चाहे कोई किसी भी भगवान के पीछे जाए. हम आज देखते हैं कि हमारे चर्च को छोड़ के लोग
दूसरे कार्यों में जाते हैं, दूसरी जगह जाते हैं, चंगाई होती है वहाँ जाते हैं, ऐसा जगह होता है। लेकिन यहाँ पे जोशुआ और उसके परिवार हमको एक बहुत बड़ा सबक देता है कि मैं अपने परिवार को छोड़कर, हमारे परिवार में एकता बनी रहेगी, और वो एकता मन वचन कर्म तीनों से बनी हुई रहेगी। और उसका श्रेय ये है कि चाहे कोई किसी भी भगवान के पीछे जाए, चाहे कोई किसी भी देवता के पीछे जाए, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ മാത്രം സേവിക്കും എന്നുള്ള വളരെ ദൃഢമായ ഒരു നിശ്ചയമെടുത്ത് ഇവിടെ ജോഷുവയും കുടുംബവും അവിടെ പറയുന്നു. പ്രിയമുള്ളവർ, കുടുംബജീവിതത്തിൽ എല്ലാവർക്കും ഇതുപോലത്തെ പ്രതിസന്ധികളൊക്കെ വരാം. കുടുംബത്തിൽ നിന്ന് നമ്മളെ വലിച്ച് എടുത്തുകൊണ്ട് പോകാൻ പല പരിശ്രമങ്ങളും ഉണ്ടാകാം. പക്ഷെ അവിടെ എല്ലാം ഈ ജോഷുവ പ്രവാചകൻ പറയുന്ന ഈ കാര്യം എപ്പോഴും ഓർത്തുകൊള്ളുകയും, ഞാനും എൻ്റെ കുടുംബവും അത് യഹോവയെ മാത്രം സേവിക്കും. ബിക്കോസ് ഹി ഈസ് ദ ലിവിങ് ഗോഡ്, ഹി ഈസ് ദ ട്രൂ ഗോഡ്. ആൻഡ് എ ഫാമിലി, ഇഫ് ദ ഫാമിലി ഹാസ് ടു ബി സസ്റ്റെയിൻഡ്, we need a true God, a true sense of creation. So let our family life be united, let our family life be in emancipation with our Lord Jesus Christ, and may God bless us all. May God bless you.